ഇപ്പം കുട്ടികളുടെ കാര്യത്തിൽ കുറേ ആശങ്കകൾ ആളുകൾ പങ്കുവയ്ക്കുന്ന കണ്ടു. ഇനി കുട്ടികളെ ഇപ്പോൾ ഭർത്താവ് ഏറ്റെടുക്കോ, എന്താണ് ഇപ്പോൾ? സത്യത്തിൽ എനിക്ക് അത് അത്രത്തോളം ഞങ്ങൾ നാട്ടുകാരോ അല്ലെ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല. കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ ഒന്നും മാറത്തില്ല കാര്യം, അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കി. അമ്മയെ സംബന്ധിച്ച് അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കട്ടെ, അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത്. പക്ഷേ ഈ സംസാരിച്ചുകൊണ്ട് പോകുന്നു. എന്തായാലും ഭർത്താവിനോടൊപ്പം അത് അച്ഛനെന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ്. പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഇതുമായിട്ടൊരു വീടുണ്ടായത്. ഈ ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയാൻ അങ്ങനെ ഒന്നിച്ച് കഴിയാൻ പറ്റാത്തത് കൊണ്ടുമാണ് അത് വിറ്റത്. അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ടൊരു വീട് വെക്കുക, ഇവിടെ തന്നെ അമ്മയോടൊപ്പം നടക്കുക. അത് തന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു. അപ്പോൾ അമ്മയുടെ സംരക്ഷണവും കൂടെ ഏറ്റെടുത്തുകൊണ്ടാണ് കൊച്ചുമോൾ ഇവിടെ നിന്നത്. ഞാൻ കേട്ടിട്ടുള്ളത്, ഞാനുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയുമായിട്ട് ബന്ധമില്ല. കേട്ടിടത്തോളം അദ്ദേഹം നേരത്തെ ഒരു പട്ടാള മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടു. പക്ഷേ അമിതമായ മദ്യപാനവും പിന്നെ ഇവർ തങ്ങളുടെ വാക്കേറ്റും വഴക്കുമൊക്കെ ഉണ്ടായെന്ന് കേട്ടു. എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ഇവർക്ക് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം ഇവൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും പലരും ആ ഒരു മരണം കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വന്ന എല്ലാവരും കുട്ടികളുടെ കാര്യത്തിലാണ്. എന്ത് വേണേലും ഒരു ജാതിയോ മതമോ നോക്കാതെ എല്ലാ ആൾക്കാരും, തിരുമേനിമാർ, അതുപോലെ എല്ലാ സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയക്കാർ, എല്ലാ മത മേലധ്യക്ഷന്മാർ, അങ്ങനെ നിരവധി ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും പൊതുപ്രവർത്തന രംഗത്തെ എല്ലാ ആൾക്കാരും ഇവരുടെ കാര്യങ്ങളിൽ എന്ത് സഹായം വേണേലും ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്. അന്ന് ഒരു ദിവസം ഇതറിഞ്ഞാൽ അന്ന് വീട്ടിൽ വന്നിരുന്നു. അന്ന് ഞാനും ആ വീട്ടിലുണ്ട്. അന്ന് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ പറഞ്ഞു കൊച്ചുകൂടെ ഭർത്താവാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം വന്നിരുന്നു. ഇല്ലെന്ന് പറയാൻ പറ്റും. അദ്ദേഹമായിട്ട് സംസാരിച്ചില്ല. കാര്യം അദ്ദേഹമായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആത്മബന്ധങ്ങളൊന്നുമില്ല. എല്ലാവരും ഈ ഒരു വിഷമഘട്ടത്തിൽ നിന്നപ്പോൾ നമ്മൾ ആ സന്ദർഭത്തിൽ പലരും വരുന്നു. അതുപോലെ അദ്ദേഹം സംസാരിച്ച് കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് പോയത്. പിന്നീട് ഞാൻ അദ്ദേഹത്തെ ഇവിടെ കണ്ടിട്ടില്ല. ഇനിയും വരുന്ന ദിവസങ്ങളിലോ അല്ലെങ്കിൽ രഞ്ജിതയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും രഞ്ജിത മരണപ്പെട്ട ദിവസം രഞ്ജിതയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ തന്നെ രഞ്ജിതയുടെ വീട്ടുകാരെ കുറിച്ച് അല്ലെങ്കിൽ മക്കളെ കുറിച്ചും രഞ്ജിതയുടെ ജോലി അതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ ഈ പ്രമുഖ മാധ്യമങ്ങളിൽ പോലും പറഞ്ഞിരുന്നത്. എന്നാൽ ഒരിടത്ത് പോലും രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ചും ആരും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ രഞ്ജിതയുടെ ഹസ്ബൻഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ തന്നെ പിന്നീട് അത് അറിയാൻ സാധിച്ചു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിവേ ഈ വ്യക്തി പറഞ്ഞ വാക്കുകൾ കേട്ടല്ലോ. രഞ്ജിതയുടെ ഭർത്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ഇദ്ദേഹം തുറന്നു പറയുന്നത്. ഈ വ്യക്തി എന്ന് പറയുന്നത് രഞ്ജിതയുടെ റിലേറ്റീവ് ഒന്നുമല്ല, അറിയാവുന്ന, അതായത് രഞ്ജിതയെ നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. അതായത് ഈ ഒരു മരണം അറിഞ്ഞ ഒരു ദിവസം ഈ രഞ്ജിതയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം എങ്ങാണ്ടാണ് ഇദ്ദേഹം ഉള്ള സമയത്ത് വന്നത്. പിന്നീട് വന്നോ ഇല്ലെന്ന് കൺഫേം ആയി. എന്നിരുന്നാലും ഇവർ ഒഫീഷ്യലി ഡിവോഴ്സ്ഡ് ആയതാണ് എന്നുള്ള കാര്യം ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ട് ഒന്നും അറിയാതെ ഒന്നും പറയുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവിച്ചത്. ഇയാൾ തികഞ്ഞൊരു മദ്യപാനി ആയതുകൊണ്ട് മാത്രമാണ് രഞ്ജിതയുടെ ഈ ഒരു ജീവിതം ഈ ഒരു അവസ്ഥയിലേക്കും എത്തിച്ചതും. അതുമാത്രമല്ല, മക്കൾക്ക് അമ്മ മാത്രമായിരുന്നു ഏക ആശ്രയം. ആ ഒരു ആശ്രയമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണല്ലോ ഈ ഒരു വിമാന ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയുടെ മൃതദേഹം ജന്മനാടായ പത്തനംതിട്ടയിലെ പുല്ലാട്ടിൽ കൊണ്ടെത്തിച്ചതും. ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിന് പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം വൈകിട്ട് 4:30 വീട്ടുവളപ്പിലാണ് സംസ്കാരം നടന്നത്. രഞ്ജിതയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ ജനാവലി തന്നെയാണ് എത്തിയത്. രാവിലെ 7 മണിയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച രഞ്ജിതയുടെ മൃതദേഹം മന്ത്രിമാരായ വി ശിവൻകുട്ടിയും GR അനിലും ചേർന്നാണ് ഏറ്റുവാങ്ങിയത്. 9:30 ജന്മനാടായ പുല്ലാടും എത്തിച്ചു. മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിനിയായിരുന്നു രഞ്ജിത. മകൻ ഇന്ദുചൂടൻ ഈ ഒരു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ട് മന്ത്രി VS വാസവൻ പൊതുദർശന സ്ഥലത്തെത്തി രഞ്ജിതയ്ക്ക് അന്തിമ ഉപചാരം അർപ്പിച്ചു. ഗതാഗത ക്രമീകരണങ്ങളുടെ ഒരു ഭാഗമായി തന്നെ പുല്ലാട്ടെ 2 സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം അവധിയും പ്രഖ്യാപിച്ചിരുന്നു. രഞ്ജിതയുടെ പൊതുദർശനം നടക്കുന്ന സമയം ദുഃഖസൂചകമായിട്ട് ജംഗ്ഷനിലെ കടകൾ വ്യാപാരികൾ അടച്ചു. അപകടം നടന്ന് 12 ദിവസത്തിന് ശേഷമാണ് DNA പരിശോധന പൂർത്തിയാക്കി രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചത്. ഇനി രഞ്ജിതയുടെ മക്കൾ എന്ന് പറയുന്നത്, അവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ആ ഒരു മുത്തശ്ശി മാത്രമേ ഉള്ളൂ.
കുട്ടികളെ കാണാൻ ഈ ഒരു അച്ഛൻ വരുന്നു എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വന്നപ്പോൾ അത് പാടില്ല എന്ന് പറയുന്ന ഒരു കൂട്ടർ ആളുകളും ഉണ്ടായിരുന്നു. കാരണം ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ആ തുക നോക്കിയിട്ടായിരിക്കും അയാൾ വരുന്നത് എന്നുള്ള ഒരു സംശയങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു ചർച്ചയിൽ ഉണ്ടായിരുന്നത്. അത് സോഷ്യൽ മീഡിയയിലെ മലയാളികൾ കണ്ടെത്തിയ കാര്യം. കാരണം ഇത്രയും നാളും കൂടി ഇല്ലാതിരുന്ന അച്ഛൻ ഇനി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പൈസയെ കരുതി ആയിരിക്കും എന്നാണ് ഒട്ടുമിക്ക ആളുകളും പറയുന്നത്. പക്ഷേ ഒരു കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ആ കുട്ടികൾക്ക് ഇനി ആരുമില്ല. രോഗിയായിട്ടുള്ള ഒരു മുത്തശ്ശി മാത്രമാണ് അവർക്ക് കൂടെ ഉള്ളത്. പിന്നെ രഞ്ജിതയുടെ സഹോദരന്മാർക്കും അവർക്കും അവരുടേതായ കുടുംബമുണ്ട്. അപ്പം അവിടെ വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ രഞ്ജിതയുടെ മക്കൾക്ക്, അതായത് ആ കുട്ടികൾക്ക് ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ. എല്ലാം മറന്ന്, അതായത് ആ കുട്ടികളെ നോക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം വരുന്നതെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. മറിച്ച് പൈസ നോക്കിയാണ് ആ ഒരു വ്യക്തി വരുന്നതെങ്കിൽ ശരിക്കും അത് ഒരിക്കലും അത് നല്ലതല്ല. എന്തായാലും ഒരുപക്ഷെ ഇവർക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു ഇൻഷുറൻസ് തുക ഈ കുട്ടികളുടെ പേരിൽ തന്നെയായിരിക്കും. അത് ഒരു സംശയമില്ല. കാരണം കുട്ടികൾക്ക് ആ ഒരു പ്രായമാവുമ്പോൾ എടുക്കാൻ പാകത്തിന് മാത്രമായിരിക്കും ഇവർ ആ ഒരു ഇൻഷുറൻസ് തുക സെറ്റ് ആക്കി വെക്കുന്നതായിരിക്കും. നമുക്കറിയാലോ, അച്ഛനും അമ്മയ്ക്കും തുല്യം എന്ന് പറയുന്നത് മറ്റാരും ഉണ്ടാകില്ല. രഞ്ജിതയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ഏതാണ്ട് 2.25 കോടിയോളം രൂപ തന്നെയാണ്. 1 കോടി രൂപ ടാറ്റ കമ്പനിക്കാർ നൽകുമ്പോൾ ഏതാണ്ട് 1.25 കോടി രൂപ, അതായത് 4088 കോടി രൂപയാണ് ടോട്ടൽ ഈ ഒരു ഫ്ലൈറ്റ് ക്രാഷിന് എസ്റ്റിമേറ്റ് ആയി കമ്പനികൾ വിലയിരുത്തുന്നത്. 3 കമ്പനികളാണ് ടാറ്റ AG ജനറൽ ഇൻഷുറൻസ്, ICI ലംബാർഡ്, ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് തുടങ്ങിയ കമ്പനികളാണ് ഇത് ഇൻഷുർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് ഈ ഒരു തുക കിട്ടുമെന്നുള്ളത് വ്യക്തമാണ്. അതായത് 2.5 കോടിയോളം രൂപ രഞ്ജിതയുടെ മക്കൾക്ക് ലഭിക്കും. അമ്മയെ നഷ്ടപ്പെട്ട മക്കൾക്ക് അവരുടെ ഒരു ഭാവി സേഫ് ആക്കാൻ തീർച്ചയായിട്ടും അത് ഉപകരിക്കും. അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യമായി തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വരെ രഞ്ജിതയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ ഈ ഒരു തുകയ്ക്ക് എന്തെങ്കിലും കാലതാമസം ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു വിശ്വസിച്ചിരുന്നത്. കാരണം ഇവർക്ക് ഈ ഒരു തുക ക്ലെയിം ചെയ്തെടുക്കണമെങ്കിൽ പോലും ആ ഒരു ബോഡി അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ഒരു മരണം ഈ ഒരു ദുരന്തത്തിലാണ് സംഭവിച്ചതെന്നുള്ളത് അവർക്കത് വ്യക്തമാക്കേണ്ട, അതിന്റെ സ്ഥിരീകരിക്കേണ്ട അത്യാവശ്യമാണ്. ഇത് അവരുടെ റൂൾസ് പ്രകാരമുള്ളതാണ്. അപ്പൊ രഞ്ജിതയുടെ ഈ ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാതിരുന്ന സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ആ ഒരു തുക കിട്ടാൻ വളരെ കാലതാമസം എടുക്കുമായിരുന്നു. പക്ഷേ ദൈവസഹായം കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ആ ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യുകയും നാട്ടിൽ കൊണ്ടുവന്ന് രഞ്ജിതയുടെ ബോഡി സംസ്കരിക്കുകയും ഒക്കെ ചെയ്തു. ആ കുട്ടികൾക്ക് ഇനി സേഫ് ആയിട്ടുള്ള ഒരു തുക തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി ഒരു സുരക്ഷിതമായി എന്ന് പറയാം. ഇപ്പം സ്വന്തം അമ്മ നഷ്ടപ്പെട്ട ആ ഒരു തുകയ്ക്കും അത്രയും വലുതല്ലല്ലോ. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആ മക്കൾക്ക് ഇപ്പോൾ ഏക ആശ്രയം ആ ഒരു തുക മാത്രമാണ്. അച്ഛൻ എന്ന് പറയുന്ന ആള്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പരിഗണന ഉണ്ടായാൽ, അതായത് അദ്ദേഹത്തിന് ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും സാധിക്കില്ല. കാരണം ഈ ഒരു കുട്ടികൾ മെച്ചുറായാൽ മാത്രമാണ് ഈ ഒരു തുക അവർക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ക്രമീകരണം തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പിതാവ് ഈ ഒരു അവസരത്തിൽ വരുന്നത് നമുക്ക് അതിനെ തെറ്റായിട്ട് കാണണ്ട. കാരണം കുട്ടികൾക്ക് അച്ഛനും അമ്മ, അല്ലെങ്കിൽ അമ്മ പോയി അച്ഛൻ മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അദ്ദേഹത്തിന് മനസ്സ് മാറി ഈ ഒരു കുഞ്ഞുങ്ങളെ നോക്കാനുള്ള ഒരു പാകത്തിൽ അദ്ദേഹം റെഡിയാണെങ്കിൽ ആ രീതി, അതായത് ഒരു കടുത്ത മദ്യപാനി ഒക്കെയായി ജീവിച്ചതിന് ശേഷം ഈ ഒരു അവസ്ഥയിൽ കുട്ടികളെ താൻ നോക്കണം എന്നുള്ള ഒരു ഉൾവിളി ഉണ്ടായി വരുവാണെങ്കിൽ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നേരെ മറിച്ച് ഇയാളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ കടുത്ത ഒരു അനീതി തന്നെയായി പോകും. അതുകൊണ്ട് തന്നെ പല ആളുകളും അത്തരത്തിലുള്ള ഒരു ആശങ്ക പങ്കുവെക്കുന്നത്. എന്തായാലും രഞ്ജിതയുടെ സംസ്കാര ചടങ്ങുകളിൽ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നതും. കാരണം അത്തരത്തിലുള്ള അദ്ദേഹം വന്നു എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും പറയുന്നത്. എന്തായാലും അത് നല്ല കാര്യം തന്നെയാണ്. തീർച്ചയായും ഒരു നല്ല മനസ്സോടെയാണ് ആ വ്യക്തി വന്നതെങ്കിൽ, തൻ്റെ മക്കളെ കൈപിടിക്കാൻ അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കാൻ മുന്നോട്ട് നിർത്താൻ വേണ്ടി തന്നെ ഒരു നല്ല മനസ്സോടു കൂടിയാണ്. തീർച്ചയായും അദ്ദേഹത്തിന് എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം. നേരെ മറിച്ച് ഇയാളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ല, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇയാളുടെ ഒരു സാമീപ്യം ഒരിക്കലും ഗുണകരമാകില്ല. അതുകൊണ്ട് വേണ്ടപ്പെട്ടവർ അതുമായി ബന്ധപ്പെട്ട് ആ ഒരു ക്രമീകരണം നടത്തേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. എന്തായാലും രഞ്ജിത എന്ന് പറയുന്ന മലയാളി പെൺകുട്ടി, ആ ഒരു അഹമ്മദാബാദ് വിമാന അപകടത്തിലെ ഏക മലയാളി പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയുടെ ഇത്രയും നാളും ആ ഒരു DNA ടെസ്റ്റിന് വലച്ച കാര്യങ്ങളും, അല്ലെങ്കിൽ ആ ഒരു മൃതശരീരം കണ്ടെത്താൻ സാധിക്കാതെ വന്ന ആ ഒരു ടൈമില് എല്ലാവരുടെ മനസ്സുകളിൽ ഒരേ ഒരു പ്രാർത്ഥനയായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും രഞ്ജിതയെ നാട്ടിലെത്തിക്കണം, ആചാരവിധി പ്രകാരം തന്നെ ആ ഒരു സംസ്കാര ചടങ്ങുകളെല്ലാം കഴിയണം എന്നൊക്കെ തന്നെയായിരുന്നു ഏവരും പ്രാർത്ഥിച്ചിരുന്നത്. എന്തായാലും അതുപോലെ തന്നെയായിരുന്നു അവസാനം ഈ ഒരു DNA ടെസ്റ്റിന്റെ ഫലം കണ്ടു. അതായത് രണ്ടാമത് അമ്മയുടെ ഒരു DNA ടെസ്റ്റ് എടുത്താണ് ആ ഒരു ഫലം കിട്ടിയതും മൃതശരീരം തിരിച്ചറിഞ്ഞതും.
വളരെ ആദരവോടുകൂടി തന്നെയാണ് രഞ്ജിതയുടെ ആ ഒരു മൃതശരീരം അഹമ്മദാബാദിൽ നിന്നും ഇവിടേക്ക് നാട്ടിൽ എത്തിച്ചതും അതിൻ്റെ സംസ്കാര ചടങ്ങുകളും കഴിഞ്ഞ ദിവസം നടത്തിയതും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ശവസംസ്കാര ചടങ്ങ് ഏവരെയും കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് തന്നെയാണ് നടന്നത്. വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണല്ലോ. അതുപോലെ തന്നെ മരണപ്പെട്ട എല്ലാവർക്കും ആദരാഞ്ജലികൾ നേരുന്നു.